ഹായ്, ഞാൻ ഡോക്ടർ അനു തോമസ്, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്. നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാൾ മരണപ്പെടുമ്പോൾ നമുക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായി തോന്നും. ആ വ്യക്തിയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാലം അങ്ങനെ തന്നെ ഒരു വിങ്ങലായി കിടക്കാറുണ്ട്. അത് നമ്മുടെ ഒരു ഫ്രണ്ടോ ഒരടുത്ത ബന്ധുവോ അല്ലെങ്കിൽ വീട്ടിൽ ഓമനിച്ച് വളർത്തിയ ഒരു പൂച്ചക്കുട്ടിയോ ആവാം. അങ്ങനെ നമുക്ക് ഏറെ ഇഷ്ടമുള്ള ഒരാളെ നഷ്ടപ്പെടുമ്പോൾ നമുക്ക് നോർമലായി ഉണ്ടാകുന്ന ഒരു ദുഃഖത്തെയാണ് ഗ്രീഫ് എന്ന് പറയുന്നത്. എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിച്ചേക്കാവുന്ന ഒരവസ്ഥയാണ് ഗ്രീഫ്. ഈ ദുഃഖം സാധാരണ രീതിയിൽ കാലക്രമേണ കുറഞ്ഞു വരാറുണ്ടെങ്കിലും ആ ഒരു ഘട്ടം പലപ്പോഴും ഏറെ പ്രയാസകരമായിരിക്കും. ഇന്ന് നമുക്ക് എങ്ങനെ ഗ്രീഫ് എന്ന അവസ്ഥയുമായി പൊരുത്തപ്പെടാം എന്ന് നോക്കാം. നമുക്കുണ്ടാകുന്ന ഗ്രീഫുമായി നല്ലൊരു ഹെൽത്തി രീതിയിൽ ഡീൽ ചെയ്യാനായി 6 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. 1. നമുക്കുണ്ടാകുന്ന ഫീലിങ്സ് അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ വിഷമം എക്സ്പ്രസ് ചെയ്യാൻ, കരയാനായിട്ട് നമ്മളെ തന്നെ അനുവദിക്കുക. നമ്മുടെ സങ്കടം, ദേഷ്യം, കൺഫ്യൂഷൻ ഇതെല്ലാം തിരിച്ചറിയുക. ഈ ഫീലിങ്സ് എല്ലാം ഉള്ളിൽ അടക്കി വെച്ചാൽ ഗ്രീഫ് ഒരുപാട് നാൾ അതേ രീതിയിൽ തന്നെ തുടരാനും മറ്റു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. കരയുന്നത് ഓക്കെ ആണെന്ന് മനസ്സിലാക്കുക. 2. സപ്പോർട്ട് സ്വീകരിക്കുക. അടുത്ത ഫ്രണ്ട്സിനോടോ കുടുംബാംഗങ്ങളോടോ നമ്മൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടിനെ പറ്റി തുറന്ന് സംസാരിക്കുന്നതും തീർച്ചയായും ഗുണം ചെയ്യും. അങ്ങനെ സംസാരിക്കാൻ ആരും ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിനോട്, അതായത് ഒരു കൗൺസിലർ അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനോട് സംസാരിക്കുക. നമ്മുടെ ദുഃഖവുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്ന കാര്യങ്ങൾ അവർ സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. 3. ഒരു ഡെയിലി റുട്ടീൻ ഉണ്ടാക്കുക. മുൻപ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസും ദിനചര്യകളും തന്നെ തുടർന്നും ചെയ്യുന്നത് ഒരു നോർമൽ ഫീലിംഗ് ഉണ്ടാക്കും. നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്യുക. ആവശ്യത്തിന് ഉറങ്ങുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക. ഇതിലൂടെ എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള മാനസികാരോഗ്യം ലഭിക്കും. 4. മരിച്ച വ്യക്തിയുടെ ഓർമ്മയെ മാനിക്കാം. ഉദാഹരണത്തിന് അവരുടെ ഫോട്ടോസ് വെച്ചൊരു ആൽബം ഉണ്ടാക്കാം. അവരിഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്ന എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാം. 5. നമ്മുടെ സങ്കടത്തിനും വേരിയേഷൻസ് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. ചില ദിവസങ്ങൾ മറ്റുള്ള ദിവസങ്ങളെക്കാൾ പ്രയാസമേറിയതായിരിക്കും. ചില വസ്തുക്കൾ, കാഴ്ചകൾ, മണങ്ങൾ ഇതൊക്കെ നമ്മുടെ ഓർമ്മകളെ ട്രിഗർ ചെയ്യും. ആ സമയത്ത് സങ്കടം തോന്നുന്നത് ഓക്കെ ആണെന്ന് ഓർക്കുക. ലാസ്റ്റായിട്ട് 6. കലാപരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആർട്ട് അല്ലെങ്കിൽ കല നമ്മുടെ ഫീലിങ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു മാർഗമാണ്. പെയിൻറ് ചെയ്യുക, ഒരു ജേർണൽ എഴുതുക, മരിച്ച വ്യക്തിക്ക് ഒരു ലെറ്റർ എഴുതുക, ഇതൊക്കെ ചെയ്യാം. ഇത് കൂടാതെ അർത്ഥവത്തായ പാട്ടുകൾ കേൾക്കുന്നതും മനസ്സിന് ഉന്മേഷം നൽകും. ഗ്രീഫ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അത് ഒത്തിരി കാലം നീണ്ടു നിൽക്കുകയോ ഒട്ടും തന്നെ കുറയാതെ കഠിനമായി തന്നെ തുടരുകയോ അത് നമ്മുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമായി വന്നേക്കാം. ഇനി എപ്പോഴാണ് ഒരു സൈക്യാട്രിസ്റ്റിനെ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിനെ കാണേണ്ടത്? ഭാവിയെക്കുറിച്ച് പ്രതീക്ഷയില്ലാണ്ടാവുക, സ്വയം മതിപ്പില്ലാണ്ടാവുക, ആത്മഹത്യാ ചിന്തകൾ ഉണ്ടാവുക, നമ്മുടെ ജോലിയും ജീവിതവും ഒക്കെ ബാധിക്കപ്പെടുക, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തായാലും ഒരു പ്രൊഫഷണലിനെ കാണുക തന്നെ വേണം. മനസ്സിനുണ്ടാകുന്ന മുറിവ് ഉണങ്ങുക എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാലം എല്ലാ മുറിവുകളും സുഖപ്പെടുത്തും എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ നമുക്ക് തന്നെ സമയം കൊടുക്കുക. ആവശ്യമുള്ള സപ്പോർട്ട് നമുക്ക് ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ സന്തോഷവും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുക. റിമെമ്പർ, ഡോണ്ട് ഹെസിറ്റേറ്റ് ടു സീക്ക് ഹെൽപ്പ്. Thank you. Take care. ഹായ്, ഞാൻ ഡോക്ടർ